കോൺഗ്രസ് പ്രവർത്തകരും പോലീസുമായി അവിടെ ചെറിയ വാക്കുതർക്കമുണ്ട്. ഗേറ്റ് തുറന്ന് വില്ലേജ് ഓഫീസിനകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് കോൺഗ്രസ് പ്രവർത്തകരുടേത്. പോലീസ് അതിൽ ഇടപെടുന്നുണ്ട്. അവർ ഇപ്പോൾ പ്രവർത്തകരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. സൂരജ് സജി കൂടി ചേരുന്നുണ്ട്. സൂരജ്, ഈ റവന്യൂ മന്ത്രി എന്താണ് വ്യക്തമാക്കിയ നിലപാട്? സൂരജ്. ഉന്മേഷ്, അട്ടപ്പാടിയിലെ വിഷയം എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് റവന്യൂ മന്ത്രിയും റവന്യൂ വകുപ്പും നോക്കിക്കാണുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് ഈ സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ തന്നെ ഈ അട്ടപ്പാടിയിലെ ഈ തണ്ടപ്പേര് വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് റവന്യൂ മന്ത്രി വ്യക്തമാക്കുന്ന കാര്യം. സാധാരണഗതിയിൽ ഈ താൽക്കാലിക തണ്ടപ്പേര് നൽകുന്നതായിരുന്നു ഈ അട്ടപ്പാടിയിൽ പതിവുണ്ടായിരുന്നത്. ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം അത് നിർത്തലാക്കുന്നു. പിന്നീട് ഈ യഥാർത്ഥ, അതായത് പൂർണ്ണ തോതിലുള്ള തണ്ടപ്പേര് നൽകുക എന്ന നടപടികളിലേക്ക് സർക്കാർ പോയി എന്നുള്ള റവന്യൂ മന്ത്രി പറയുന്നത്. പക്ഷേ അപ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഇതിനു മുമ്പിരുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടായതെങ്കിൽ അവർ സർവീസിൽ നിന്ന് വിരമിച്ചാൽ പോലും കർശനമായ നടപടി സർക്കാർ തലത്തിൽ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അട്ടപ്പാടിയും അഗളിയും ഉൾപ്പെടുന്ന മേഖലകളിൽ ഈ ഭൂപ്രശ്നം വളരെ രൂക്ഷമാണ്. പ്രത്യേകിച്ച് ഭൂമാഫിയ, ഈ ആദിവാസികളുടെ അടക്കം ഭൂമി കയ്യേറുന്ന ഒരു വിഷയമുണ്ട്. അത് സർക്കാർ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നതെന്ന് റവന്യൂ മന്ത്രി പറയുന്നു. അതിൽ ഒരു സ്ഥായിയായ പരിഹാരം അത് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് റവന്യൂ മന്ത്രി ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. ഈ 6 വില്ലേജുകളാണ് ഈ മേഖലയിലുള്ളത്. ഈ 6 വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ നടത്തിക്കൊണ്ട് അവിടെ ഒരു സ്ഥായിയായ പ്രശ്നപരിഹാരത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. 3 വില്ലേജുകളിൽ ഇതിനോടകം തന്നെ ഡിജിറ്റൽ സർവേ നടത്തി. ബാക്കി 3 വില്ലേജുകളിൽ കൂടി അടിയന്തരമായി ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച് സ്ഥായിയായ പ്രശ്നപരിഹാരം കാണുമെന്നും റവന്യൂ മന്ത്രി അറിയിക്കുന്നുണ്ട്. സൂരജ് സജിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ വില്ലേജ് ഓഫീസിന് മുൻപിൽ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.